ഡോമിനാറിൻ്റെ പവറാണ് ഇതിന് കിട്ടുന്നത്. NS400 ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഗോൾഡൻ ഷോക്കസ് 35 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ്. 400ൻ്റെ ഒരു ബാറ്ററി ഡുവൽ ചാനൽ ABS 12 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. ചാർജിംഗ് പോർട്ട് ഉണ്ട്, 2 ഡിസ്പ്ലേ. ഇത് എഞ്ചിൻ്റെ പവർ എന്ന് വെച്ചാൽ 370 20,000-30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. സൗണ്ട് കേട്ടോ നിങ്ങൾ, അടിപൊളി സൗണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയിൽ സുഹൃത്ത്. അപ്പോൾ നമ്മൾ ബാക്കിൽ ഇരിക്കുന്നതാണ് നമ്മുടെ NS400 എന്ന് പറയുന്ന ബൈക്ക് കേട്ടോ. അപ്പം ഇതിൻ്റെ കുറച്ച് റിവ്യൂ, അതായത് വലിയ കാര്യങ്ങളൊന്നും കുറച്ച് റിവ്യൂ ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്, പക്ഷേ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ, അത് കാരണം വന്നിട്ട് കേട്ടോ. ഓഫറും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അത് കാരണം വന്ന് ഇപ്പം ഇറങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഓഫർ വന്നതുകൊണ്ട് മാത്രം നമ്മൾ വന്ന് എടുക്കാൻ നല്ല കിട്ടില്ല NS ആണ് കേട്ടോ. ആ ഒരു NSൻ്റെ DNA ഒന്നും കളയാതെ വെച്ചേക്കുന്ന ഒരു NS400 ആണ്. നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ, ഇത് നമ്മളെ എല്ലാ വണ്ടിയിലും കണ്ടുവരുന്ന പോലത്തെ ഒരു പ്രൊജക്റ്റഡ് ഹെഡ് ലൈറ്റ് ആണ്. ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഇതിൻ്റെ ഈ ഒരു ഷോക്ക് അബ്സറാണ്. അതായത് ഗോൾഡൻ ഷോക്ക് അബ്സറാണ്. ഇത് അപ്സ് ഡൗൺ സ്റ്റോക്കാണ് വരുന്നത്. ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. 400ൻ്റെ ഒരു ബാഡ്ജൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ലുക്ക് NSൻ്റെ DNA കളയാതെ 400, അതായത് അപ്ഗ്രേഡ് ചെയ്ത് 400, അതായത് ഡോമിനാറിൻ്റെ പവറാണ് ഇതിന് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും വില വളരെ കുറവാണ്. വില ഞാൻ ലാസ്റ്റ് പറയാം. ലുക്ക് വൈസ് അടിപൊളിയാണ്. പണ്ടത്തെ NS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ, ഡോമിനാറിൻ്റെ പവറുള്ള NS എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ NS400 Z എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ കേസ് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലൊക്കെ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും അറിയാം കേസ് ഇതിൻ്റെ ഡീറ്റെയിൽ ഫുള്ളും. പിന്നെ ഇതിൻ്റെ ഓഫറുണ്ട്. അപ്പോൾ ഓഫർ വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വന്ന് വീഡിയോ എടുക്കാൻ മെയിൻ കാര്യം കേട്ടോ. ഡുവൽ ചാനൽ ABS ആണ് ഇതിന് വരുന്നത്. കിട്ടില്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് ആ ഫ്രണ്ട് ടയറിൻ്റെ ആ ഒരു ബ്രേക്കിൻ്റെ ആ ഒരു ഡയമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ഇഞ്ചിൻ്റെ 2 ടയറാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് 110 വരുന്നത്. അതിൻ്റെ വിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 17, ഇത് 110 17 ആണ്. ഇത് നമ്മൾ എഞ്ചിനോട്ട് വന്നു കഴിഞ്ഞാൽ 372 cc ആണ് ഇതിന് വരുന്നത്. 22 73 ആ റേഞ്ച് വരും. ഇത് അടിപൊളി ക്ലസ്റ്ററാണ്. ക്ലസ്റ്ററിലൊക്കെ ഞാൻ ലാസ്റ്റ് വരാം. ഫുള്ള് LED ലൈറ്റാണ്. നമ്മുടെ ഇൻഡിക്കേറ്റർ ആയാലും പ്രൊജക്റ്റഡ് ലൈറ്റാണ് നമ്മൾ ഫ്രണ്ട് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കും ഫ്രണ്ടും എല്ലാം LED ലൈറ്റാണ്. LEDയുടെ കളിയേ ഉള്ളൂ ബേസ് ഇതിൻ്റെ അത്. പിന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് വരുന്നത്. ആ ഡിസ്കിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. അടിപൊളി കൺട്രോളാണ് കേട്ടോ ഈ ഫ്രണ്ട് ബാക്ക് ബ്രേക്ക്. ഫ്രണ്ട് അതിൻ്റെ ഓയിൽ ഒഴിക്കാൻ ഇവിടെയുണ്ട്, ബാക്കിൻ്റെ ആ ഓയിൽ ഇവിടെയും വരും കേട്ടോ. പിന്നെ നമുക്കൊരു എഞ്ചിൻ കൂളറുണ്ട് കേട്ടോ. നമുക്ക് അടി തട്ടാതിരിക്കാൻ വേണ്ടി ഒരു ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കാണ്, നോർമൽ ക്രാഷ് കാർഡാണ്. ഇത് ഇരുമ്പാണ് കേട്ടോ, മെറ്റലാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ NSൻ്റെ ആ ഒരു DNA അറിയാലോ. സാധാ സസ്പെൻഷനാണ്, മോണോ സസ്പെൻഷനാണ് ബാക്ക് വരുന്നത്. ടാങ്ക് കപ്പാസിറ്റിയാണ് ഏകദേശം 12 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഏകദേശം 35 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത് കേട്ടോ. ഹെവി മൈലേജാണ്. അപ്പോൾ ആദ്യമൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ 35 കിട്ടത്തില്ല കേട്ടോ. ഒരു 25-30 ആ റേഞ്ച് കിട്ടും. പിന്നെ കുറേ ഓടിച്ച് 3-4 സർവീസ് കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് 35 മൈലേജ് കിട്ടുന്നത്. ഇവിടെ കേട്ടോ ചേതക്കിൻ്റെ ഒരു സർവീസിങ് സെൻറ്റർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് വന്നത് കേട്ടോ. ചേതക്കിൻ്റെ വണ്ടിയാണ് ഫുള്ള് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർവീസ് സെൻറ്റർ, ഇലക്ട്രിക്കിൻ്റെ സർവീസ് സെൻറ്റർ പുതിയതായിട്ട് കിട്ടിയത് കേട്ടോ. ഇത് കൊല്ലത്താണ്, കരുനാപ്പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത്. മേടിക്കാനുള്ള ലിങ്കിങ് ഡിസ്ക്രിപ്ഷന് കൊടുത്തേക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ നമ്പരും കാര്യങ്ങളൊക്കെ നോക്കുക. എന്താ ലൊക്കേഷൻ കരുനാപ്പള്ളിയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് നോക്കണം. അപ്പോൾ സൗണ്ട് നോക്കാൻ വേണ്ടി നമ്മൾ എന്തായാലും പെട്രോൾ ഒഴിച്ചിട്ടില്ല, പെട്രോൾ മേടിക്കാൻ പോയിട്ടുണ്ട് കേസ്. അപ്പോൾ പെട്രോൾ ഒഴിച്ച് നമുക്ക് നോക്കണം. അത് ഫ്രണ്ടിൽ വയ്ക്കുന്ന ക്രാഷ് ഗാർഡാണ് കേട്ടോ അതായി ഇരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഫ്രീ ആണ്. അത് ഇപ്പം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്കപ്പോൾ എന്തായാലും ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർ ഫിറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അത് മെയിനായിട്ട് പറയാനുള്ള ഒരു USB കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചാർജിങ് പോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ക്ലസ്റ്ററിലോട്ട് പോകാം. ക്ലസ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുമ്പോൾ 2 ഡിസ്പ്ലേ ആയിട്ടാട്ടോ. ഇവിടെയാണ് മെയിൻ ഒരു ചെറിയൊരു ഡിസ്പ്ലേ, ഒരു സ്പീഡോമീറ്റർ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ജോയ്സ്റ്റിക്കൊക്കെയാണ് നമ്മൾ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഗൈസ്. ഇങ്ങനെ നമുക്ക് കണക്ടിവിറ്റി ആയാലും ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ടേൺ ബൈ ടൈം നാവിഗേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മ്യൂസിക്കൊക്കെ വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നെക്സ്റ്റ് പോസ് ഇതൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഈ 2 ഡിസ്പ്ലേയിൽ ഈ ഡിസ്പ്ലേ ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഡിസ്പ്ലേ കേട്ടോ. അപ്പം കണക്ടിവിറ്റി ബ്ലൂടൂത്ത് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. അങ്ങനെ ഉണ്ടോ ഗൈസ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക. അപ്പം അവിടെ ഗൈസ് കാണുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഗൈസ്, കണ്ടോ. ഇത് നമുക്കിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം, അങ്ങനെ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ബ്ലൂടൂത്ത് ഓഫാക്കി ABS ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഒരു എഞ്ചിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത് കണ്ടോ. ട്രാക്ഷൻ കൺട്രോൾ ഇപ്പോൾ ഓണാണ്. ന്യൂട്രൽ ലൈറ്റ്, പിന്നെ ഇത് ഫ്രണ്ട് ലൈറ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഫ്രണ്ട് ലൈറ്റും സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പെട്രോൾ വന്നിട്ടില്ല ഗൈസ്. പെട്രോൾ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ കാണിച്ചു തരാം. ഗൈസ് സ്റ്റാർട്ട് ഇതെങ്ങനെ ഇരിക്കും. അതിൻ്റെ അടിപൊളി ഒരു DNA കേട്ടോ ഇതിലെ ഒരു ഇത്
അത് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് കത്തില്ല അതേപോലെയാണ് ഇതിൻ്റെ സ്പാർക്ക് ലൈറ്റ് ഇരിക്കുന്നത്. നല്ല രസമാട്ടോ, രാത്രി പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഹസാർഡ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്, ഹസാർഡ് ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഹസാർഡ്. അപ്പോൾ ഹസാർഡ് നമുക്ക് ഓഫാക്കാം. ഇതിൻ്റെ എഞ്ചിൻ കണ്ടോ ഗൈസ്, നല്ല ഒതുക്കി പണിഞ്ഞിരിക്കുക കേട്ടോ. നല്ല നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഇച്ചിരി കുറവാണ്. അപ്പോൾ വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നുമില്ല, ഇച്ചിരി കുറവാണ്. അടി എന്നാലും തട്ടത്തൊന്നുമില്ല. അതായത് എഞ്ചിൻ്റെ പവർ എന്ന് വെച്ചാൽ 373 cc എഞ്ചിനാണ്. 35 Nm ടോർക്കാണ് ഇതിന് വരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 പൂച്ചയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് പെൺപൂച്ചയാണെന്ന് തോന്നുന്നു, അതാണ് പൂച്ച. ഓ ഗൈസ്, രണ്ടും കൂടെ നടക്കുക കറങ്ങി. ഗൈസ് ഇനി എന്തായാലും ഇതിൻ്റെ ഹോൺ ഒന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഫോണ് ബ്രേക്ക് ലൈറ്റ് ഗൈസ്, ബ്രേക്ക് ലൈറ്റ് ഇതാണ് ഗൈസ്. ബ്രേക്ക് ലൈറ്റ് ഇല്ല ഇതിനോ ഗൈസ്, ബ്രേക്ക് ലൈറ്റ് ഉണ്ട് ഗൈസ്. ഒരു പണ്ടത്തെ നമ്മളെ കണ്ടത്തെ എപ്പോഴും പൾസറിൻ്റെ പണ്ടത്തെ ആ ലൈറ്റ് തന്നെ ഗൈസ് ഇപ്പോഴും ഉള്ളത്. ഞാൻ എന്തായാലും ഹോൺ എന്തായാലും അടിച്ച് കാണിച്ചു തരാം. ജസ്റ്റ് വർക്ക് ചെയ്തിൻ്റെ ഹോൺ എവിടെ ഗൈസ് ആണ്ടേ ഗൈസ്, സാധാ ഹോൺ തന്നെ. അപ്പോൾ വെള്ളമൊന്നും നനയത്തില്ല കേട്ടോ. ഈ ഒരു വണ്ടിയുടെ മെയിനായിട്ട് നമുക്ക് ഈ ലുക്കാണ്. അതായത് ആ ഗോൾഡൻ കളറിൽ ആ ഒരു ഷോക്ക് അബ്സറാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. നമ്മൾ ഈ എൻ എസിൽ എന്ന് വെച്ചാൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഗൈസ്. എന്തുമാത്രം ഈ ബൈക്കിൽ എന്തുമാത്രം ഉണ്ടെന്നല്ല, കാറിൽ ട്രാക്ഷൻ കൺട്രോൾ അടിപൊളിയാണ്, പക്ഷേ ബൈക്കിൽ എന്തുമാത്രം ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ ഒരു ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കാണ് കേട്ടോ. 1,85,000 രൂപ എൻ്റെ ഒരു ഓഫർ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കൂടുതൽ ഡീറ്റെയിൽ വിലയുടെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇതിന് വേണ്ടി നിങ്ങൾക്ക് EMI കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചോദിക്കാം. ഏകദേശം 20,000-30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും കേട്ടോ. ബാക്കി EMI ഇട്ടാൽ മതി. ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളും ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് പിൻ ചെയ്ത് തരാം. കാര്യം 3-4 കളേഴ്സ് ഉണ്ട്. റെഡ് ഉണ്ട്, പിന്നെ ഇത് ബ്ലാക്ക് ആണ്, പിന്നെ വേറൊരു ആഷ് കളറോ അങ്ങനെ എന്താണ്ട് ഒരു കളർ, വൈറ്റ് കളർ. അപ്പോൾ ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ കളറിൻ്റെ ഡീറ്റെയിൽ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സൈഡിലായിട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, വിളിച്ച് ചോദിക്കുക. ഇതിൻ്റെ ചെയിൻ യൂണിറ്റ് നോക്കിയേ എന്തുമാത്രം വലുതാണെന്ന് നോക്കിയേ. വലിയൊരു ഡയമീറ്റർ ഉള്ള ഒരു ചെയിൻ യൂണിറ്റ്. ഇതിൻ്റെ എക്സോസ് ഉണ്ട്. എക്സോസ് നമുക്ക് കാണാനേ പറ്റത്തില്ല ഗൈസ്. ഇതിൻ്റെ അണ്ടർബെല്ലി എക്സോസ് ആണ്, താഴെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗൈസ് എക്സോസ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് തോന്നുന്നത് ഗൈസ്. എക്സോസിൻ്റെ അപ്പുറം പോയി നോക്കട്ടെ, അവിടെ എങ്ങനെയാണ് അതിൻ്റെ എക്സോസ് ഇരിക്കുന്നത്. ആ ഗൈസിലാട്ടെ, ഇവിടെയാണ് അതിൻ്റെ എക്സോസ് ഇരിക്കുന്നത്. ഒരുവിധം നോർമൽ സൗണ്ട് ആയിരിക്കും, വലിയ സൗണ്ടൊന്നുമില്ല. അപ്പോൾ അവർ കുറച്ച് സൗണ്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. NSൻ്റെ പുതിയ സൗണ്ട് ഗൈസ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഞാൻ കേട്ട് നോക്കി, നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഓണാക്കുക. നമ്മളെന്തായാലും ജസ്റ്റ് ഓണാക്കി ന്യൂട്രൽ എത്തി സൗണ്ട് കേട്ടോ നിങ്ങൾ. അടിപൊളി സൗണ്ട് കേട്ടോ. ഓക്കെ ബ്രേക്കില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതാണ് നോർമൽ സൗണ്ട്. അടിപൊളി സൗണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്നും കൂടെ ഓണായി കാണിച്ചു തരാം. ഇതിൻ്റെ സൗണ്ട് അടിപൊളി സൗണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് NSൻ്റെ ഇതേപോലെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കറക്റ്റ് ഡൊമിനാറിൻ്റെയൊക്കെ സൗണ്ട് കേട്ടോ. പൊളി സൗണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും ഓഫാക്കാം. അപ്പോൾ കേസ് ഇത്രേ ഉള്ളൂ കേസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ വന്ന് എടുത്തതേ ഉള്ളൂ. ഓഫറും കാര്യങ്ങളും ഉണ്ടായിട്ട് വന്ന് എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വരുന്നുണ്ട്. അപ്പം ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. പിന്നെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേസ്. നമ്മളെന്തായാലും ഈ വണ്ടിയിലൊന്ന് കയറി ഇരുന്ന് നോക്കുക എങ്ങനെയുണ്ട്. ഇതാണ് നമുക്കെന്തായാലും കാലക്കാല അടിപൊളിയായിട്ട് അല്ലേ, ഒരു അടിപൊളി ലുക്കാണ് കേട്ടോ. ഇങ്ങനെയായിരിക്കും നമ്മൾ വണ്ടി നമ്മൾ ഇങ്ങനെ. പിന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 174 കിലോ ആണ് ഈ വണ്ടി. ഡൊമിനാറിനെക്കാട്ടി എത്രയൊന്നും വരില്ല, എന്നാലും ഇത് ഒരുവിധം നല്ല സിംഗം വണ്ടിയാണ്. ഇതിൻ്റെ ലുക്കാണ് മെയിനായിട്ടുള്ള സാധനം. അതായത് NSൻ്റെ ലുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം അല്ലേ. അപ്പോൾ NSൻ്റെ ലുക്കിൽ ഇതിൻ്റെ വണ്ടി നമ്മുടെ ഡൊമിനാറിൻ്റെ അത്ര വിലയൊന്നും വരുന്നില്ല. വില ഏകദേശം 1,85,000 എക്സോറും പ്രൈസാണ്. വരെ നമ്മളെ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ. അപ്പം നമ്മൾ നിൽക്കുന്ന കരുനാപ്പള്ളിയാണ്. കരുനാപ്പള്ളി കറക്റ്റ് ഞാൻ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഇട്ടിരിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് നിങ്ങൾക്ക് എടുക്കാൻ കേട്ടോ. ഇതിൻ്റെ വിലയാണ്. അപ്പോൾ വില നിങ്ങൾക്ക് 1,85,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. അപ്പം നിങ്ങൾ ചോദിക്കുക, എൻ്റെ അടുത്ത് ഓഫേഴ്സ് ഉണ്ട്, ഓഫറും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ വന്നെടുത്തത്. മെയിനായിട്ട് ഓഫേഴ്സ് ഉണ്ടായാണ് ഞാൻ വന്നെടുത്തത്. അപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ചിലപ്പോൾ ഓഫർ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയാം. ഈ വില ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ കൂടും, ചിലപ്പം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് 1,85,000 രൂപയാണ് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമുക്ക് EMI അവൈലബിൾ ആണ്. നിങ്ങൾ കാർഡും നിങ്ങളെ ആധാർ കാർഡും പാൻ കാർഡും കൊടുത്താൽ മതിയെന്ന് തോന്നുന്നു. ആധാർ കാർഡും പാൻ കാർഡും പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് ഇത്തരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് EMI അവൈലബിൾ ആണ് ഗൈസ്. അപ്പോൾ വന്നെടുക്കാം. കറക്റ്റ് കരുനാപ്പള്ളി നമ്മളെ ബജാജിൻ്റെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്.
ചേതക്കിൻ്റെ സർവീസ് സെൻ്റർ കേട്ടോ ആയിരിക്കുന്നത്. ഞാൻ വലിയതായിട്ട് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല, ചെറുതായിട്ട് ചുമ്മാ വന്ന് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളും. പക്ഷേ എനിക്ക് NS എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വല്ലാത്തൊരു പ്രാന്ത് പിടിച്ച വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വന്ന് എടുത്തിട്ടുള്ളത് NSൻ്റെ 400 ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ചുമ്മാ വന്ന് അതിൻ്റെയാണ്. കുറേ കാര്യങ്ങൾ മിസ്സിങ് കാര്യങ്ങളും കാണാൻ ഞാൻ ജസ്റ്റ് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇനിയും വണ്ടികൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് എടുക്കുക. ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. വണ്ടിയുടെ വലിയ ഡീറ്റെയിലൊന്നും ഞാൻ പറയുന്നില്ല. ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടോ, ഡിസ്ക് ബ്രേക്ക് നല്ല വലുപ്പമുള്ള നല്ല റേഡിയസിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ.